ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത അധികമാരും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ചെറിയ കടലിടുക്കിനെ കുറിച്ചാണ്. പക്ഷേ കേരളത്തിലെയും ഗൾഫിലെയും ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം നിശബ്ദമായിട്ട് നിയന്ത്രിക്കുന്നത് ഇതാണ്: ഹോർമുസ് കടലിടുക്ക്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 50 കിലോമീറ്റർ മാത്രമുള്ള ഈ കടലിടുക്ക് ഇപ്പോൾ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം കാരണം പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. ലോകത്ത് ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 നമ്മുടെ ഇന്ത്യൻ അടുക്കളകളിൽ കത്തുന്ന പാചകവാതത്തിന്റെ LPGയുടെ വലിയൊരു പങ്കും സാധാരണയായിട്ട് കടന്നു പോകുന്നത് ഈ ഒറ്റ വഴിയിലൂടെയാണ്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചും കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് ഇറാന് ഈ വഴി തടഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായി അമേരിക്കയും ഇസ്രായേലും വലിയ തോതിലുള്ള വ്യോമനാവിക ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെ ഒരു മലയാളിക്കോ അല്ലെങ്കിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്കർക്കോ ഇതൊരു വെറും ഭൂപടം മാത്രമല്ല. നമ്മുടെ നാട്ടിലെ പെട്രോൾ വില, പാചകവാതക സബ്സിഡിയുടെ കാര്യങ്ങൾ, എന്തിനു പറയുന്നു അടുത്ത കുറച്ച് മാസത്തേക്ക് ആ ഗൾഫ് ജോലി ഉണ്ടാകുമോ എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ അദൃശ്യമായിട്ടുള്ള രേഖയാണ്. ഈ വീഡിയോയിൽ ഇറാനും ഹോർമുസ് കടലിടുക്കിനും ചുറ്റും നടക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് കേരളത്തെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്നത് എന്നും നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം യുക്രൈൻ യുദ്ധവും യമനിലെ ഹൂതികളുടെ ഇടപെടലും ഉൾപ്പെടെയുള്ള ലോകത്തെ മറ്റു യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. തുടർന്ന് നമ്മൾ ലോക രാഷ്ട്രീയത്തിലേക്ക് കടക്കും. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള സമാധാന ശ്രമങ്ങൾ മുതൽ നേപ്പാളിൽ ഒരു റാപ്പർ അപ്രതീക്ഷിതമായിട്ട് പ്രധാനമന്ത്രിയായതുവരെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. ഗൾഫിൽ ഉടനീളം നടക്കുന്ന പുതിയ മിസൈൽ ആക്രമണങ്ങൾ, എണ്ണവിലയിലും ഡോളർ രൂപ നിരക്കിലുമുള്ള സാമ്പത്തിക യുദ്ധം, അതുപോലെ ഇന്നത്തെ ഇന്ധന നികുതി കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാരിന് മേൽ ഉണ്ടായ സമ്മർദ്ദം എന്നിവയും നമ്മൾ പരിശോധിക്കും. കേരളത്തിലെ കുടുംബങ്ങളും ഗൾഫിലെ പ്രവാസികളും എങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോകുന്നത് എന്നും നമ്മൾ നോക്കുന്നുണ്ട്. അവസാനമായി അധികമാരും ശ്രദ്ധിക്കാതെ പോയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 2026 ഫിഫ ലോകകപ്പിന് നേരിടേണ്ടി വരുന്ന സുരക്ഷാ പ്രതിസന്ധിയാണിത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം അതിന്റെ 28ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് വിളിക്കുന്ന ഈ സംയുക്ത ആക്രമണം ഫെബ്രുവരി 28 തുടങ്ങിയത്. വെറും 12 മണിക്കൂറിനുള്ളിൽ ഏകദേശം 900ഓളം ആക്രമണങ്ങളാണ് അന്ന് നടന്നത്. അത് മുമ്പെങ്ങും കാണാത്ത ഒന്നായിരുന്നു. ആ ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടു. മാത്രമല്ല, ഇറാന്റെ മിസൈൽ കമാൻഡ് സംവിധാനങ്ങളുടെ വലിയൊരു ഭാഗവും തകർക്കപ്പെട്ടു. അതിനുശേഷവും യുദ്ധത്തിന് ഒട്ടും ശമനമുണ്ടായില്ല. മാർച്ച് 27, അതായത് ഇന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത 48 മണിക്കൂറത്തേക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരാൻ ഉത്തരവിട്ടതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെടിനിർത്തലിനായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ പരമാവധി മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന കമാൻഡർമാരെയും ഇല്ലാതാക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യോമാക്രമണങ്ങൾ ശക്തമാകുമ്പോഴും ഇറാനെ തിരിച്ചടിക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായിട്ടുള്ള ഹൈഫയിൽ ഇന്ന് ഇറാൻ മിസൈലുകൾ പതിച്ചു. പ്രധാനപ്പെട്ട ബസാൻ ഓയിൽ റിഫൈനറിക്ക് അടുത്തുള്ള സാധാരണക്കാർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. രാത്രിയിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മിസൈലുകളും ഡ്രോണുകളും കൂട്ടമായി വന്നതോടെ മധ്യ ഇസ്രായേലിലുടനീളം സൈറണുകൾ മുഴങ്ങി. ആളുകൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടി മാറേണ്ടി വന്നു. അതേസമയം ഇറാൻ യുദ്ധക്കളം ഇസ്രായേലിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. ബഹ്റൈനിലും അമേരിക്കൻ സൈന്യമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള താവളങ്ങൾക്ക് നേരെ പുതിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. പേട്രിയറ്റ് മിസൈൽ സിസ്റ്റമുള്ള സ്ഥലങ്ങളിലും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലും വരെ ആക്രമണം ഉണ്ടായി. ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്: യുദ്ധം തുടരുന്നിടത്തോളം കാലം അമേരിക്കൻ സൈന്യത്തിന് ഇടം നൽകുന്ന ഏതൊരു രാജ്യത്തിനും അപകടമുണ്ട്. ഈ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ വലിയ ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. ഇറാനിലും ലബനാനിലും ഇസ്രായേലുമായിട്ട് ഏകദേശം 2000ഓളം പേരാണ് ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീട് വിട്ട് പോകേണ്ടി വരികയും ചെയ്തു. എന്നാൽ ലോകത്തെ ശരിക്കും ഞെട്ടിക്കുന്നത് ഈ യുദ്ധവും ഊർജവും തമ്മിൽ ഇപ്പോൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെറും ഭീഷണിയിൽ നിന്ന് മാറി നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ വഴിയിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ യാത്ര കുത്തനെ കുറഞ്ഞു. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും ഇതിലൂടെയുള്ള യാത്ര ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണുള്ളത്. പോകുന്ന ചുരുക്കം ചില കപ്പലുകൾക്കായിട്ട് പ്രത്യേക അനുമതി കിട്ടിയതാണ്. അതിൽ ഇന്ത്യ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കപ്പലുകളും ഉൾപ്പെടുന്നു. ഇങ്ങനെ തെരഞ്ഞെടുത്ത് അനുമതി നൽകുന്നത് അവരുടെ ഔദാര്യമൊന്നുമല്ല, അതൊരു ബോധപൂർവമുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ നിന്നും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു ആയുധമായാണ് ഇറാൻ ഈ കടലിടുക്കിനെ ഉപയോഗിക്കുന്നത്.
പരസ്യമായി നിഷ്പക്ഷത പാലിക്കുന്നവർക്ക് യാത്രാനുമതി നൽകുകയും അമേരിക്കയെ പിന്തുണക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വശത്ത് അവസരവും മറുവശത്ത് വലിയ അപകടവുമാണ്. ഒരു വശത്ത് ഇന്ത്യൻ പതാകയുള്ള LPG കപ്പലുകൾക്കും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ചില സൗദി കപ്പലുകൾക്കും യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ചതായിട്ട് വാർത്തകളുണ്ട്. ഇത് കാണിക്കുന്നത് വലിയൊരു നയതന്ത്ര ധാരണ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മറുവശത്ത് ഇന്ത്യ അമേരിക്കയുടെയോ ഇസ്രായേലിലെയോ പക്ഷത്തേക്ക് കൂടുതൽ ചാഞ്ഞാല് ഒറ്റ രാത്രി കൊണ്ട് ഈ അനുമതി റദ്ദാക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിനിടയിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടത് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായി. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $105 കടന്നു. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റിന്റെ വില $97 അടുത്താണ്. ഇത് ഒരു മാസം മുമ്പുള്ളതിനേക്കാൾ 40% കൂടുതലാണ്. ഇതൊക്കെ വെറും അക്കങ്ങൾ മാത്രമല്ല, രൂപയുടെ മൂല്യ തകർച്ചയിലേക്കും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവുകളിലേക്കും കേരളത്തിലെ പെട്രോൾ പമ്പുകളിലെ വിലവിവര പട്ടികയിലേക്കുമാണ് ഇത് നേരിട്ട് ചെന്നെത്തുന്നത്. അമേരിക്ക ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇറാന്റെ പവർ ഗ്രിഡും മറ്റു പ്രധാന കേന്ദ്രങ്ങളും തകർക്കുമെന്ന ഭീഷണി 10 ദിവസത്തെ കൂടി മാറ്റിവെക്കുകയാണെന്നാണ് മാർച്ച് 26 അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതോടെ അദ്ദേഹം തന്നെ വെച്ച സമയപരിധി ഏപ്രിൽ 6 നീട്ടിയിരിക്കുകയാണ്. വ്യോമാക്രമണം അവസാനിപ്പിക്കണമെങ്കിൽ പകരം ഇറാന്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപേക്ഷിക്കണമെന്നും ഹോർമുസിലെ നിയന്ത്രണം വിട്ടു നൽകണമെന്നും ആവശ്യപ്പെടുന്ന ഒരു 15 ഇന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകളൊക്കെ വെറും വ്യാമോഹമാണ് എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാനിലെ നഗരങ്ങളിൽ ബോംബുകൾ വീഴുമ്പോൾ അമേരിക്ക മാധ്യമങ്ങളിലൂടെ അവരുമായി തന്നെ ചർച്ച നടത്തുകയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ട്രംപ് ഇതിനോടകം തന്നെ 2 തവണ തന്റെ സമയപരിധി നീട്ടി. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാന്റെ മനക്കരുത്ത് തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനയാണിത്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനുള്ളിൽ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളുണ്ട്. ലോകവിപണിയെ ഒന്ന് ശാന്തമാക്കാനും എങ്ങോട്ടെത്തുമെന്ന് ഉറപ്പില്ലാത്ത ഒരു നീണ്ട യുദ്ധം ഒഴിവാക്കാനുമായിട്ട് ചർച്ചകളിലൂടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇതിനെ കാണുന്നത് ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് പരമാവധി നാശം വരുത്താനുള്ള അപൂർവമായിട്ടുള്ള ഒരു അവസരമായാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നെതന്യാഹു ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ട്രംപ് ഒരു വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തകർക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു സഖ്യത്തിലെ രാജ്യങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. അമേരിക്ക ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഇറാന്റെ ഭരണമാറ്റം തന്നെയാണ് സ്വപ്നം കാണുന്നത്. ഗൾഫ് രാജ്യങ്ങൾ അവരുടേതായ കണക്ക് കൂട്ടലുകളിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടക്കത്തിലെ മൗനത്തിൽ നിന്നും മാറി ഇപ്പോൾ യുദ്ധത്തെ പരസ്യമായിട്ട് അനുകൂലിക്കുന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു വെടിനിർത്തൽ മാത്രം പോരാ എന്ന് UAEയുടെ അമേരിക്കൻ അംബാസഡർ യൂസഫ് അൽ ഒത്തൈബ ഒരു പ്രമുഖ അമേരിക്കൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി മാത്രമല്ല, അവരുടെ മിസൈൽ ശേഷിയും അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളെയും ഹോർമുസിലെ അവരുടെ നാവിക ഭീഷണിയും ഇല്ലാതാക്കി ഈ ദൗത്യം പൂർത്തിയാക്കാനാണ് അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെടുന്നത്. ഇതൊരു വെറും പറച്ചിൽ മാത്രമല്ല. കഴിഞ്ഞ ആഴ്ചകളിൽ UAEക്ക് നേരെ 100 കണക്കിന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെയും ഒരുപക്ഷെ ഇസ്രായേലിൻ്റെയും നാവികസേനയ്ക്കൊപ്പം തങ്ങളുടെ സേനയെയും അണിനിരത്താൻ അവർ തയ്യാറാണെന്നാണ് തോന്നുന്നത്. എന്നാൽ മറ്റു ഗൾഫ് രാജ്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയിലാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾക്കെതിരെയും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യമുള്ള താവളങ്ങളെയാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. എങ്കിലും UAE പോലെ പരസ്യമായിട്ട് ഒരു പക്ഷം പിടിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളും അതോടൊപ്പം ഇറാന്റെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും തമ്മിലെ ഒരു ബാലൻസ് കണ്ടെത്താനാണ് അവർ തിരശ്ശീലയ്ക്ക് പിന്നിൽ ശ്രമിക്കുന്നത്. ഈ രാജ്യങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫലം വളരെ ഭയാനകമാണ്. അബുദാബി, ദുബായ് തുടങ്ങിയ നഗരങ്ങൾക്ക് മുകളിൽ വെച്ച് മിസൈലുകൾ തകർത്തിട്ടുണ്ട്. അങ്ങനെ തകർക്കുമ്പോൾ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ജനവാസ കേന്ദ്രങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാം. ഒരു സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനോ നഴ്സിനോ ഒരു ടാക്സി ഡ്രൈവർക്കോ ഈ യുദ്ധം ഇപ്പോൾ അവരുടെ തലക്ക് മുകളിൽ ആകാശത്ത് നേരിട്ട് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു.
ഇതേ സമയം തന്നെ യൂറേഷ്യയിലെ യുദ്ധചിത്രവും മാറുകയാണ്. ഉക്രൈനിൽ കിഴക്കൻ മേഖലയിൽ റഷ്യ പുതിയ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സ്ലോവ്യാൻസ്കിന് അടുത്തുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ നിരകളിലേക്കാണ് അവർ ഇടിച്ചു കയറുന്നത്. ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ 1000-ഓളം ഡ്രോണുകളാണ് റഷ്യ ഉക്രൈൻ നഗരങ്ങളിലേക്ക് അയച്ചത്. ഈ ഡ്രോൺ ആക്രമണങ്ങളിൽ വീടുകൾക്കും ആശുപത്രികൾക്കും എന്തിനേറെ ഒരു യുനെസ്കോ പൈതൃക കേന്ദ്രത്തിന് പോലും കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് മറുപടിയായിട്ട് റഷ്യയുടെ എണ്ണ കമ്പനികൾക്ക് നേരെ ഉക്രൈനും ആക്രമണം നടത്തി. ഉസ്റ്റുലുകയിലെ പ്രധാന ടെർമിനൽ ഉൾപ്പെടെ ഇപ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണ തേടുന്നതിനൊപ്പം മിസൈൽ ആക്രമണങ്ങൾ നേരിടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഉക്രൈനിലെ വ്യോമ പ്രതിരോധ അനുഭവങ്ങൾ പങ്കുവെക്കാനും കൂടിയാണ് ഈ യാത്ര. അമേരിക്കയുടെ ശ്രദ്ധ ഒരേ സമയം എല്ലായിടത്തും എത്താത്തതുകൊണ്ട് തന്നെ ഉക്രൈൻ വിഷയം ഇവിടെ വളരെ പ്രധാനമാണ്. അമേരിക്കയുടെ ശ്രദ്ധയും ഒരുപക്ഷെ അവരുടെ ആയുധ ശേഖരവും ഇറാൻ പ്രതിസന്ധിയിലേക്ക് മാറുമ്പോൾ തങ്ങളുടെ പ്രതിരോധം ദുർബലമാകുമോ എന്ന ഭയം ഉക്രൈനുണ്ട്. റഷ്യൻ സൈന്യത്തിന് ഇത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളും സഹായങ്ങളും ഉക്രൈന് കുറയുന്ന ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ അവർ ശ്രമിക്കും. ഇതിന്റെ ഫലം വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കിഴക്കൻ യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമായി നടക്കുന്ന 2 വലിയ യുദ്ധങ്ങൾ രണ്ടും പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക പിന്തുണയ്ക്കായിട്ട് മത്സരിക്കുന്നു. ഒപ്പം ഊർജ്ജ വിപണി ഇവ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക സമ്മർദ്ദം ഇപ്പോൾ ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ഇന്ത്യ വൻതോതിൽ കുറക്കുന്നതായിട്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചു. പെട്രോളിന്റെ നികുതി ലിറ്ററിന് 13 രൂപയിൽ നിന്നും 3 രൂപയായിട്ടും ഡീസലിൻ്റേത് 10 രൂപയിൽ നിന്ന് 0 കുറക്കുന്നത്. ഇതൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. നിലവിലെ ക്രൂഡ് ഓയിൽ വില വെച്ചിട്ട് നോക്കുമ്പോൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ലിറ്ററിന് നല്ലൊരു തുക നഷ്ടം വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒറ്റ രാത്രി കൊണ്ട് പെട്രോൾ പമ്പുകളിലെ വില കുത്തനെ കൂട്ടുന്നതിന് പകരം തൽക്കാലത്തേക്ക് വില പിടിച്ചു നിർത്താൻ നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നും സാധാരണക്കാർക്ക് ഇതിന്റെ ആശ്വാസം കിട്ടില്ലെന്നും പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം കാരണമുള്ള വിലക്കയറ്റം, രൂപയുടെ വിലയിടിവ്, പിന്നെ ജനങ്ങളുടെ അമർഷം എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ എത്ര ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നാണ് ഈ തീരുമാനം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. ഇനി കറൻസിയുടെ കാര്യമെടുത്താലും കഥ ഇത് തന്നെയാണ്. ഡോളറിന്റെ മൂല്യം ഏകദേശം 94.8 രൂപയായിട്ട് ഉയർന്നു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. യുദ്ധഭീതി കാരണം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ഡോളറിലേക്ക് തിരിഞ്ഞതും ഡോളറിൽ പണം നൽകേണ്ട ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കൂടുന്നതുമാണ് ഇതിന് കാരണം. മസ്കറ്റിലുള്ള മകൻ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ മലപ്പുറത്തുള്ള ആ കുടുംബത്തിന് ഓരോ റിയാലിനും കൂടുതൽ രൂപ കിട്ടുമെന്നാണ് ഇതിന് അർത്ഥം. എന്നാൽ ഇതേ കുടുംബം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന കുട്ടിയുടെ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുമ്പോഴോ ഇതിൻ്റെ ഇരട്ടി തുക ചെലവാക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. പ്രവാസികൾ അയക്കുന്ന പണം കണക്കുകളിൽ കൂടുമെങ്കിലും വില കൂടിയ എണ്ണയും ദുർബലമായിട്ടുള്ള രൂപയും കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് സർക്കാർ സംവിധാനങ്ങൾ തികഞ്ഞ ജാഗ്രതയിലാണ്. ഇന്ധനത്തിന്റെ ലഭ്യത, വിതരണം, അതുപോലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എന്നിവ വിലയിരുത്താനേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ട് ഓൺലൈൻ വഴി മീറ്റിംഗ് നടത്തി. വിദേശകാര്യ മന്ത്രാലയം പല ഗൾഫ് രാജ്യങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഇറാനിൽ ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് 3,70,000-ലധികം ഇന്ത്യക്കാരെ ഇതിനോടകം തന്നെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഖത്തർ, ബഹ്റൈൻ, UAE ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ജിദ്ദ, മസ്കറ്റ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും സീറ്റുകൾ വളരെ കുറവാണ്. പോവാനുള്ളവരാണെങ്കിൽ ഒരുപാടുമുണ്ട് താനും. കേരളത്തെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി തികച്ചും വൈകാരികമായിട്ടുള്ള ഒന്നാണ്. സംസ്ഥാനത്ത് നിന്നുള്ള 2 യുവാക്കൾ, വയനാട്ടിൽ നിന്നുള്ള ഒരാളും ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരാളും ഇറാൻ തീരത്തിന് അടുത്തുള്ള ഒരു കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് വിവരം. യുദ്ധം തുടങ്ങിയതു മുതൽ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അറബിക്കടലിന്റെ അക്കരെ കുടുങ്ങിപ്പോയ പങ്കാളികളെക്കുറിച്ചും തിരികെ ജോലിക്ക് പോകാൻ കഴിയാത്ത കോൺട്രാക്ട് തൊഴിലാളികളെക്കുറിച്ചും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയതുകൊണ്ടും വിസയിലെ അനിശ്ചിതം കൊണ്ടും മാതാപിതാക്കളെ കാണാൻ കഴിയാത്ത കുട്ടികളെക്കുറിച്ചുമൊക്കെയാണ് കേരളത്തിലുടനീളം പല കുടുംബങ്ങൾക്കും പറയാനുള്ളത്. ഗൾഫ് ജീവനക്കാർക്കും കപ്പലിൽ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന് കേരള മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വൈകാരികമായിട്ടുള്ള പ്രതിസന്ധി മാത്രമല്ല, പതിറ്റാണ്ടുകളായിട്ട് ഗൾഫ് പണത്തെയും കപ്പൽ ജോലികളെയും
ആശ്രയിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വലിയൊരു ഘടനാപരമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. ഈ വലിയ സംഭവ വികാസങ്ങൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു രാഷ്ട്രീയ ഭൂകമ്പം ദക്ഷിണേഷ്യയിൽ നടന്നിട്ടുണ്ട്. നേപ്പാളിൽ മുൻ റാപ്പറും കാഠ്മണ്ഡു മേയറുമായ ബാലൻ ഷാ തന്റെ 35-ാമത്തെ വയസ്സിലെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അഴിമതിക്കും പഴയ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെയുള്ള യുവാക്കളുടെ രോഷമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അവിടെ വലിയൊരു വിജയം നേടിക്കൊടുത്തത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ് നേപ്പാളിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിദേശ നയത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ഈ മേഖലയിലെ സന്തുലിതാവസ്ഥയെ നേരിട്ട് ബാധിക്കും എന്നുള്ളതാണ്. വലിയ ജനപിന്തുണയുള്ള ഈ യുവ നേതാവ് നിലവിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കാനോ പഴയ കരാറുകൾ പുനഃപരിശോധിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയുമായും ചൈനയുമായുമുള്ള നേപ്പാളിന്റെ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് മാറ്റിയെഴുതാനോ ശ്രമിച്ചേക്കാം. ഇറാൻ പ്രതിസന്ധിക്കൊപ്പം തന്നെ ഇന്ത്യക്ക് നയതന്ത്രപരമായി വലിയ ശ്രദ്ധ നൽകേണ്ടി വരുന്ന മറ്റൊരു വിഷയം കൂടിയാണിത്. ഇതിനൊക്കെ പുറമെ ഈ മേഖലയിൽ വേറെയും ചില കാര്യങ്ങൾ പുകയുന്നുണ്ട്. ഈ പ്രശ്നങ്ങളിലെ ഇറാന്റെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ലബനാനിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഇത് വളരെ നാടകീയമായ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. ഇറാന്റെ അംബാസഡറെ ലബനാന് പുറത്താക്കി. ഇറാനുമായിട്ട് ലബനാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഗ്രൂപ്പുകളെ ബന്ധിപ്പിക്കുന്ന ആ കൂട്ടുകെട്ടിൽ വിള്ളലുകൾ വീഴുന്നു എന്നതിൻ്റെ സൂചനയാണിത്. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്നത് തുടരുമ്പോഴും ഇറാന്റെ യുദ്ധങ്ങളിലേക്ക് തങ്ങളെ വലിച്ചേക്കണ്ട എന്നാണ് ലബനാനിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. ഈ വിള്ളലുകൾ വലുതായാലേ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ നിർവചിച്ചിരുന്ന സഖ്യങ്ങളുടെ സ്വഭാവം തന്നെ അത് മാറ്റിമറിച്ചേക്കാം എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോയ ഒരു വാർത്ത കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മെക്സിക്കോ, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലായിട്ട് ജൂണിൽ തുടങ്ങാനിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പ് ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ വെല്ലുവിളിയാണ് നേരിടുന്നത്. ടൂർണമെന്റ് സമയത്ത് തീവ്രവാദി ആക്രമണങ്ങൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വലിയ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ അധികൃതർക്ക് രഹസ്യ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നതുവരെ ലോകകപ്പ് സുരക്ഷയ്ക്കുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് അമേരിക്കൻ സർക്കാർ വൈകിപ്പിച്ചിരിക്കുകയായിരുന്നു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലൊന്ന് തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചിട്ട് ഇറാൻ ടൂർണമെന്റിൽ നിന്നും പിന്മാറി. ഇതിനു പുറമെ ഇറാൻ, സെനഗൽ, ഐവറി കോസ്റ്റ്, ഹെയ്ത്തി തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്ക യാത്രാവിലക്കും ഏർപ്പെടുത്തി. ഇത് കാരണം നിരവധി ആരാധകർക്ക് ലോകകപ്പ് കാണാൻ വരാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ലോകകപ്പ് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഇന്ത്യയിലെയും ഗൾഫിലെയും ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്ക് മുന്നിലെ യുദ്ധവും യാത്രാവിലക്കുകളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ആ വാതിൽ പതുക്കെ അടയുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലോകത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ പെട്രോൾ വില തീരുമാനിക്കുന്ന ഒരു ചെറിയ കടലെടുക്ക്, മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് നഗരങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന മിസൈലുകൾ, കാഠ്മണ്ഡുവിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ഉണ്ടായ പുതിയൊരു മാറ്റം, ലോക രാഷ്ട്രീയത്തിൻ്റെയും സുരക്ഷാ നയങ്ങളുടെയും ഇടയിലെ പെട്ടുപോയിട്ടുള്ള ആഗോള ഫുട്ബോൾ എന്നിവയെല്ലാം ഇതിൽ പെടും എന്നുള്ളതാണ്. കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടണിലും ടെഹ്റാനിലും ടെല്ലവീവിലും അബുദാബിയിലും ന്യൂഡൽഹിയിലുമൊക്കെ എടുക്കുന്ന ഓരോ തീരുമാനവും ഇവിടെയുള്ള സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയാണ് ബാധിക്കുന്നത്. നാളെ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമായും സത്യസന്ധമായിട്ടും അറിയാനും കേരളത്തിൻ്റെയും ഗൾഫിൻ്റെയും ഭാവി ഇവ എങ്ങനെ തീരുമാനിക്കുമെന്നും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ചാനലിലെ വാർത്തകൾ തുടർന്നും കാണാവുന്നതാണ്.